നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ നിർണായക തെളിവെടുപ്പ്. ക്രൂരമർദ്ദനം നടന്ന കോളേജ് ഹോസ്റ്റലിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. മുഖ്യപ്രതി സിൻജോ ജോണിനെ ഹോസ്റ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പൂക്കോട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, കുറച്ചു നേരമായി തെളിവെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുള്ളത്? നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പ് നടത്തുന്നത് നേരെ ഡോർമെട്രിയിലേക്കാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ ഇവിടേക്ക് ആദ്യം നടുത്തളത്തിലേക്കാണ് എത്തിച്ചത്. നടുത്തളത്തിലേക്ക് എത്തിച്ച ശേഷം പിന്നീട് 21 നമ്പർ മുറിയിൽ സിദ്ധാർത്ഥിനെ ആക്രമിച്ച 21 നമ്പർ മുറിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിലെ നിലയിലുള്ള 36 നമ്പർ മുറിയിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇത് ഡോർമെട്രി ഉൾപ്പെടെയുള്ള ഇവിടെയാണുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ, എന്തൊക്കെ ആയുധങ്ങളാണ് ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ, എന്തൊക്കെ ആയുധം വെച്ചാണ് ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കീർത്തന, എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഈ മരണവുമായി സംബന്ധിച്ച് ലഭിക്കാനുണ്ട്. ഹോസ്റ്റലിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുർജിത്ത്, ഇപ്പോൾ ഈ റൂമിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ ഹോസ്റ്റൽ നടുമുറ്റത്തും മറ്റു പലയിടങ്ങളിലും വെച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ക്രൂരമായി മർദ്ദിച്ചതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടെ വെച്ചും തെളിവെടുപ്പ് ഇനി നടത്തേണ്ടതുണ്ട്. ഇതിനപ്പുറം ഈ വയറിനും ഇപ്പോൾ കോളേജ് മുറിയിൽ നിന്ന് വയറ് കണ്ടെടുത്തു എന്ന് പറയുന്നു. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച വയറ് കണ്ടെടുത്തു എന്ന് പറയുന്നു. അതിനപ്പുറം ഇരുമ്പ് വടി കൊണ്ടും മറ്റും സിദ്ധാർത്ഥിനെ അടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർണായക തെളിവുകളും ഇനി പോലീസിനെ കണ്ടെടുക്കാനുണ്ടല്ലോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്. ആദ്യം 21 നമ്പർ മുറിയിൽ, അതിന് മുമ്പായി ഈ നടുത്തളത്തിൽ ആദ്യം തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ മുറിയിൽ നിന്ന് 21 നമ്പർ മുറിയിൽ നിന്ന് ആക്രമിക്കാൻ ഉപയോഗിച്ച വയർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആ വയർ കണ്ടെടുത്തു. അതിനുശേഷം ഇപ്പോൾ 36 നമ്പർ മുറിയിൽ, ഏറ്റവും മുകളിലെ നിലയിലാണ് ഹോസ്റ്റലിൻ്റെ, ആ 36 നമ്പർ മുറിയിലാണിപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായി പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സിൻജോ ജോൺസൺ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് സിൻജോ ജോൺസൺ. ആ സിൻജോ ജോൺസണുമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആക്രമിച്ച പ്രതികളിൽ ഒരാളാണ് സിൻജോ ജോൺസൺ എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇക്കാര്യം, എഫ്ഐആറിലടക്കം ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ 7 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആ 7 പ്രതികൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണ് 7 പേർ. അവരെ ഇന്നലെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതോടെ 18 പ്രതികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 18 പ്രതികളാണ് ഈ കേസിൽ നിലവിൽ പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം ഉള്ളത്. ആ 18 പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ശ്രമമാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആയുധങ്ങൾ കണ്ടെത്തുക എന്നുള്ള നടപടിയുമായാണ് പോലീസ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അതിൻ്റെ ഓരോ ഭാഗത്തും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പ്രതികൾ 7 പേരാണ്. 7 പേരും SFIയുടെ ഭാരവാഹികളടക്കമായിട്ടുള്ള ആളുകൾ, അത്രയും പ്രധാനപ്പെട്ട ആളുകൾ. എന്തായാലും അതെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഇന്നലെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ഗ്ലൂഗണിൻ്റെ വയറും ഗ്ലൂഗണ്ണും ഉപയോഗിച്ചാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ ഗ്ലൂഗണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരങ്ങൾ അത് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൗത്യമാണിപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കൽപ്പറ്റ DYSP സജീവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം എല്ലാം തന്നെ നടത്തുകയാണ്. ഈ പ്രതികൾക്കെതിരെ നിലവിൽ മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള നീക്കം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പ്രതികൾ നൽകുന്ന മൊഴി. എന്തായാലും ഈ മൊഴി
നിലവിലുണ്ട്. അത്തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇത് 12-ാം തീയതി മുതൽ തുടങ്ങിയ സംഭവവികാസങ്ങളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ വാലന്റൈൻ ഡേ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു ആക്രമണത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ ഇന്നലെ ഒടുവിൽ അറസ്റ്റിലായത് 7 പേരാണ്. അതിൽ പത്തനംതിട്ട സ്വദേശി അജയ് ഉണ്ട്, കൊല്ലം സ്വദേശിയായിട്ടുള്ള അൽത്താഫ് ഉണ്ട്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ആദിത്യനുണ്ട്, മലപ്പുറം സ്വദേശി സയ്യിദ് റിസാലുണ്ട്, ഒപ്പം മലപ്പുറം സ്വദേശി ഡാനിഷ് ഉണ്ട്, കൊല്ലം സ്വദേശിയായിട്ടുള്ള കാശിനാഥനുണ്ട്, ഒപ്പം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള സിൻജോ ജോൺസണുമുണ്ട്. ഇങ്ങനെ 7 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾ. ആ പ്രതിപട്ടികയിലുള്ള ആളുകളുമായുള്ള തെളിവെടുപ്പാണ്. അതിൽ സിൻജോ ജോൺസനാണ് ഏറ്റവും വലിയ രീതിയിൽ ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് സിൻജോ ജോൺസനെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവെടുപ്പാണിപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലൂഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, അതും വയറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണം നടത്തുന്നത് 15-ാം തീയതി ഈ വാലന്റൈൻ ഡേ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ശേഷം ഈ 15-ാം തീയതി വീട്ടിലേക്ക് പോവുകയാണ് ഈ സിദ്ധാർത്ഥൻ. ഈ വീട്ടിലേക്ക് പോകുന്നതിനിടെ എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥനെ മടക്കി ഇവിടേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു. തിരിച്ചു വിളിച്ചത് ഈ ഡാനിഷ് എന്ന് പറയുന്ന ആളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഡാനിഷ് വിളിച്ചു വരുത്തി. രഹാൻ എന്ന് പറയുന്ന മറ്റൊരു സഹപാഠിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചു വരുത്തിയ ശേഷം നേരെ കൊണ്ടുപോകുന്നത് നമ്പർ 21-ാം നമ്പർ മുറിയിലേക്കാണ്. ആ 21-ാം നമ്പർ മുറി എന്ന് പറയുന്നത് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയുടെ മുറിയാണ്. യൂണിറ്റ് ഭാരവാഹിയായ SFI ഭാരവാഹിയായിട്ടുള്ള യുവാവ് അദ്ദേഹത്തിൻ്റെ മുറിയാണ്. ആ മുറിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ 4 പേർ, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ ഇഷാൻ അവരടക്കം 4 പേർ താമസിക്കുന്ന മുറിയാണ് നമ്പർ 21. അവിടെ വെച്ച് വലിയ രീതിയിൽ ഈ യുവാവിനെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സിദ്ധാർത്ഥനെ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു, അടിവസ്ത്രത്തിൽ നിർത്തി. അതിനുശേഷം ആളുകൾ കൂടിയപ്പോൾ നേരെ കൊണ്ടുവരുന്നത് നടുത്തളത്തിലേക്കാണ്. അതായത് ഈ ഹോസ്റ്റലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ താഴെയുള്ള നടുത്തളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതിനിടയിലെല്ലാം തന്നെ 36 നമ്പർ മുറിയിലെല്ലാം തന്നെ വെച്ച് മർദ്ദനം നടക്കുന്നുണ്ട്. 4 ഇടങ്ങളിലായി മർദ്ദിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇതിനുശേഷം നേരെ നടുത്തളത്തിൽ കൊണ്ടുവന്നാണ് പിന്നീട് തുടങ്ങിയ ആ ഒരു മാനസികവും ശാരീരികവുമായ പീഡനം നടക്കുന്നത്. 2 മണി വരെയാണ് പുലർച്ചെ. 2 മണിക്ക് ശേഷം കട എന്ന് വിളിക്കുന്ന പേരുള്ള അമൽ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്. 2015 മുതൽ ഇവിടെ PhDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇവിടേക്ക് കയറി വന്ന ശേഷം അദ്ദേഹവും ഈ ഒരു വട്ടം ഈ യുവാവിനെ, അതായത് സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നുണ്ട്. ആക്രമിച്ച ശേഷം എല്ലാവരെയും ഈ കട എന്ന് വിളിക്കുന്ന അമലാണ് ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നത്. എല്ലാവരും പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ കുട്ടിയുമായി, അതായത് സിദ്ധാർത്ഥുമായി നേരെ ഈ സംഘം എത്തുന്നത് ഡോർമെറ്ററിയിലേക്കാണ്. ഡോർമെറ്ററിയിലേക്ക് എത്തി അവിടേക്ക് ഡോർമെറ്ററിയിൽ ഈ കുട്ടിയെ ആക്കുന്നു. ഈ കട എന്ന് പറയുന്ന ഈ അമൽ തന്നെ നിർദ്ദേശം നൽകുന്നു. ഇവൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കാവലിരിക്കണമെന്ന് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കാവൽ ഇരുന്ന ഈ വിദ്യാർത്ഥികൾ ഇതിനിടയിൽ പിറ്റേ ദിവസം, അതായത് 17-ാം തീയതി ഭക്ഷണം ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികൾ എത്തിക്കുന്നുണ്ട്. മെസ്സിൻ്റെ ചുമതലയിലുള്ള വിദ്യാർത്ഥികളാണ് ഭക്ഷണമടക്കം ഈ ഹോസ്റ്റലിലേക്ക്, ഈ ഡോർമെറ്ററിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ഡോർമെറ്ററിയിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ കുട്ടി തയ്യാറാവുന്നില്ല, സിദ്ധാർത്ഥ് തയ്യാറാകുന്നില്ല. ഭക്ഷണം നൽകാതെയല്ല, ഭക്ഷണം എത്തിക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഈ കുട്ടി തയ്യാറായില്ല. വളരെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു ഈ വിദ്യാർത്ഥി ഉണ്ടായിരുന്നത്. പിറ്റത്തെ ദിവസം ഞെട്ടിക്കുന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് പൂക്കോട് നിന്ന് വരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മർദ്ദനം നടന്നുവെന്ന് കരുതുന്ന ഹോസ്റ്റൽ റൂമിലും നടുത്തളത്തിലുമാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. സുർജിത് അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയ തുടരുന്നു. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ. അലഞ്ഞു തിരിഞ്ഞു നടന്നയാളാണ് കൊല്ലത്ത് നിന്ന് പിടിയിലായത്. CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് സംശയം. പ്രതിയുടെ പേര് ഹസൻകുട്ടിയെന്നും സൂചനയുണ്ട്. പ്രതിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ സംഭവത്തിൽ പലതര സംശയങ്ങൾ ആ ഒരു സമയത്ത് ഉന്നയിച്ചിരുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം, കുട്ടി തനിയെ വന്നതാണോ തുടങ്ങിയ പലതരം സംശയങ്ങൾ ആ ഒരു സാഹചര്യത്തിലുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടികൂടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്?
കീർത്തന, തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നീക്കത്തിലേക്ക് അവർ കടന്നിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി 19-ാം തീയതിയായിരുന്നു ഓൾ സെയിൽസ് കോളേജിന് സമീപത്തെ മൈതാനത്ത് നാടോടികളായ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന 2 വയസ്സുകാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ശേഷം 20 മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ 20 മണിക്കൂറിന് ശേഷമാണ് ഇവർ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് ഏതാണ്ട് 700 മീറ്ററിനപ്പുറം മറ്റൊരു സ്ഥലത്തെ പൊന്തക്കാട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി തനിയെ നടന്നു പോകാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു. നാടോടി സംഘത്തിലെ ആർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചു. കീർത്തന, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു പറയാൻ കഴിയുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഈ പിടിയിലായ ആളുടെ പേര് ഹസൻ കുട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൂചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇയാൾ മുൻപും പോക്സോ കേസുകളിൽ പ്രതിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. 2022-ൽ വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ ഇയാൾ പ്രതിയാണ്. അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പേട്ടയിലും ഇയാൾക്ക് ലൈംഗിക ഉദ്ദേശമാണ് എന്നുള്ള സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നടത്തുന്നുമുണ്ട്. ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി കുട്ടി ഇയാൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ഇയാളുടെ പ്ലാൻ. പക്ഷേ അത് നടന്നില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ ശംഖുമുഖം അതേപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളടക്കം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളാണ് ഇയാളെക്കുറിച്ച് പോലീസ് എത്തിയത് തന്നെ വളരെ നിർണായകമായ രീതിയിലായിരുന്നു. അതായത് പല സാധ്യതകൾ പോലീസ് പരിശോധിച്ചെങ്കിലും പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, ഒരു മൂവിലേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞില്ല. അതിനിടെയാണ് ഈ ബ്രഹ്മോസിന് സമീപത്തെ ബ്രഹ്മോസ് സെന്ററിന് സമീപത്തെ ഒരു CCTV ദൃശ്യത്തിൽ ശരീരമാകെ പുതച്ചു മൂടിയ ഒരാളുടെ CCTV കിട്ടുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾ ഈ സംഭവ ദിവസം രാത്രിയും ഈ കുട്ടി ഉണ്ടായിരുന്ന പരിസരത്തും, കുട്ടി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് പരിസരത്തും, അതേപോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപത്തും ഇയാൾ എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിച്ചു. അതും CCTV പരിശോധിച്ച് തന്നെയാണ് സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. ഇയാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാളാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വർഷങ്ങളായി ഇയാൾ കൊല്ലത്ത് താമസിക്കുകയാണ്. വർക്കലയിലും ഇയാൾ വാടകയ്ക്ക് താമസിച്ചു എന്നുള്ളൊരു വിവരം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. 2022-ൽ അയിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട FIR ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് തേടിയിട്ടുണ്ട്. FIR നമ്പർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഹസൻകുട്ടി എന്ന പേരിലേക്ക് നമുക്കിപ്പോൾ വിവരം ഉറപ്പിക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമായി മാറും. കാരണം വളരെ സീക്രസി സൂക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല പോലീസിനെ സംബന്ധിച്ച് പല സാധ്യതകൾ അത് കണ്ടെത്തി ക്ലിയർ ചെയ്യണമായിരുന്നു. അതടക്കമുള്ള നടപടികൾ പോലീസ് കൃത്യമായി നടന്നു. DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണം. ഇയാൾ, അതായത് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇയാൾ ഈ പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയായിരുന്നു. അങ്ങനെയാണ് പോലീസ് തിരുവനന്തപുരം, കൊല്ലം കേന്ദ്രീകരിച്ച് ഇയാളുടെ റോൾസ് ഔട്ടുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. ഇയാൾ എവിടെയൊക്കെ പോകുന്നു, എങ്ങനെയൊക്കെ പോകുന്നു, എന്താണ് ഇയാളുടെ സ്ഥിരം പരിപാടി എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ വിവരശേഖരണം നടത്തിയിട്ടാണ് കൊല്ലത്ത് നിന്ന് ഇയാളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഇയാൾ നേരത്തെ അയിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിനപ്പുറത്തേക്ക് RPF-ന്റെ ഒരു പിടിച്ചുപറി കേസിലും പ്രതിയാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം കണ്ടിരുന്നു. ഹൈദരാബാദിലേക്ക് കുട്ടിയുമായി മടങ്ങണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളെ അടക്കം ഒരു തരത്തിൽ പോലീസ് സംശയിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നു. പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകലിൽ പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി ഹസൻകുട്ടി എന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ തരുകയായിരുന്നു ഷെഫീദ് റാവുത്തർ. വാർത്തകളിലേക്ക് തിരികെ. ഐ ലീഗ് ഫുട്ബോളിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഇന്ന് ഇറങ്ങും. കരുത്തരായ മൊഹമ്മദൻസാണ് എതിരാളികൾ. രാത്രി 7-ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, എങ്ങനെ ഈ മത്സരം എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, എന്തൊക്കെ പ്രതീക്ഷിക്കാം? കീർത്തന, ഏറെ നിർണായകമായ ഒരു മത്സരമാണ് ഗോകുലം കേരള FC-യും ഒപ്പം മുഹമ്മദൻസ് FC-യും തമ്മിലുള്ള പോരാട്ടം. അത് ഈ ലീഗിനെ സംബന്ധിച്ച് 2ാം പാദത്തിലേക്ക് ലീഗ് മത്സരങ്ങൾ കടക്കുമ്പോൾ ഏറെ നിർണായകമാണ് ഇരു ടീമിനും. മുഹമ്മദൻസ് FC-യെ സംബന്ധിച്ചാണെങ്കിൽ അവർ ലീഗിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 3ാം സ്ഥാനത്താണ് ഗോകുലം. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ പോയിന്റ് പട്ടികയിലെ സ്ഥാനക്രമങ്ങൾ ഉണ്ടാവുക. ഗോകുലത്തെ സംബന്ധിച്ചാണെങ്കിൽ 6 കളികളിൽ തുടർച്ചയായി വിജയിച്ചവർ കഴിഞ്ഞ മത്സരത്തിലാണ് ഒരു പരാജയം നേരിട്ടത്. പക്ഷേ ആ പരാജയം ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ വിജയത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഗോകുലം കേരള FC-ക്കുണ്ട്. മുഹമ്മദൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ കഴിഞ്ഞ 4 കളികളിലും പരാജയം അറിഞ്ഞിട്ടില്ല. 2 കളി വിജയവും 2 കളി സമനിലയുമാണ് അവരുടെ പോക്കറ്റിലുള്ളത്. അതായത് ഈ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതിൽ കുറഞ്ഞൊന്നും ഇരു ടീമുകളും ലക്ഷ്യമിടുന്നില്ല. ഗോകുലത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ക്യാപ്റ്റൻ അലക്സ് സാഞ്ചസിൽ തന്നെയാണ്. കാരണം ഒരു ഗോൾ യന്ത്രം എന്ന കണക്കിന് ഗോളടിച്ചു കൂട്ടുന്ന ഒരു ക്യാപ്റ്റൻ ഗോകുലത്തെ സംബന്ധിച്ചുണ്ട്. ഇന്ന് അലക്സ് സാഞ്ചസ് തിളങ്ങുകയാണെങ്കിൽ അനായാസ ജയം സ്വന്തമാക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ഗോകുലം കേരള FC-ക്കുണ്ട്. ഹോം ഗ്രൗണ്ടാണ്. അതിനാൽ തന്നെ വളരെ വലിയ പ്രതീക്ഷയിലാണ് ഗോകുലം ഇറങ്ങുക. അല്പസമയത്തിനകം 7 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏതായാലും ഗോകുലത്തിന്റെ ആരാധകരെല്ലാം തന്നെ വളരെ വലിയ ആവേശത്തിലാണ്. കീർത്തന, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത്
Berger Paints, 100 years of trust. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.